ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മളെ കഴിഞ്ഞ വർഷം വേറൊരു ബസ്സായിരുന്നു ഇട്ടിരുന്നത്. ആ ബസ് മാറ്റി നമ്മളിപ്പോൾ കൊമ്പാനാക്കിയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ഇതിൻ്റെ അകത്ത് JBLൻ്റെ സബ് എത്ര എണ്ണം എന്ന് പറയാം, 8 എണ്ണമാണ്. ഒരു സൈഡിൽ 4 എണ്ണ, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ JBLൻ്റെ എത്ര വാട്ട്സിൻ്റെ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. 1000 എത്ര വാട്ട്സിൻ്റെയാണ്. ബാക്കിലും ഉണ്ട് 2-3 സബ്. ഗൈസ്, ഇത് യോദ്ധാവാണ്, പ്രകാശിൻ്റെ വണ്ടിയാണ്. കാണിച്ചു തരാം. ചിഹ്നം ബാക്കിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വേറെ കാര്യം പറയാൻ വന്നത് എന്തെന്ന് വെച്ചാൽ, വി ആർ ഗോയിങ് ടു 200 സബ്സ്ക്രൈബേഴ്സ് ആവാറായിരുന്നു ഗൈസ്. 200 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിപ്പം ഈ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ വീണ്ടും കയറി അയക്കണത്. നമുക്കൊന്ന് സൗണ്ട് കുറച്ച് വയ്ക്കാം, കിലുക്കം കേൾക്കണം. ഇപ്പോൾ ഗൈസ്, നമുക്ക് ഇപ്പോൾ ഇതിൽ മറ്റേ ടോപ്പിലത്തെ ഈ സാധനം തുറക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ ആ സാധനം തഗ് ഓഫ് ഹാവിങ് ആ സാധനം നമുക്ക് പൊക്കാൻ പറ്റും. വിൻഡോസ് തുറക്കാൻ പറ്റും. പിന്നെ വേറെ എന്തോന്നാണ്, ഈ ബലൂൺസൊക്കെ മാറ്റാൻ പറ്റും. ഞാൻ നിങ്ങൾക്കൊരു ടൂർ മൂഡാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പോൾ ഓൾറെഡി കളിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ചിലപ്പോൾ ആഡ് വരും, അത് നിങ്ങൾ നോക്കണ്ട. ആഡ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ ആഡ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ ബസ് പ്രിപ്പയറായി സ്റ്റാർട്ടൊക്കെ ആയിട്ട് വരണമുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു കിണ്ണൻ ലുക്ക്, മിക്കവാറും മഴയായിരിക്കാനാണ് ചാൻസ് ഉള്ളത്. മഴയാണെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല വിഷയം ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് നോക്കാം ഗൈസ്. ഞാൻ 2-3 ലൈവ് പോയിട്ടുണ്ട്, നിങ്ങളതിലൊക്കെ കയറി ലൈക്ക് ചെയ്യണം. പിന്നെ നമുക്കിപ്പം ഇനി ഒരു 3 സബ്സ്ക്രൈബ് കൂടെ മതി നമുക്ക് 200 ഒക്കെ. ഇപ്പോൾ 97 197. ഇപ്പോൾ ഗൈസ്, നമ്മളെ ബസ് ഇപ്പോൾ സെറ്റായിട്ട് ഇപ്പോൾ വരും, നല്ല വിഷയം ഗൈസ്. ഞാൻ പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ യോദ്ധാ വിട്ടപ്പോഴത്തേക്കും പാട്ടൊക്കെ പോയി. അപ്പോൾ അതാണ് പ്രശ്നം. നമുക്ക് ഇൻസൈഡിൽ പോവാം. എന്നിട്ട് 3ാമത്തെ ഇതിടുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് അനക്കാൻ പറ്റണ ഒരു രീതിയാവും ഗൈസ്. ഈ ലിവർ ഇട്ടപ്പോൾ ചെറിയൊരു ഇത് എടുക്കുമ്പോൾ ഒരു ലാഗുള്ള പോലെ ഗൈസ്. നമുക്ക് ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ് ഗൈസ്. ഒരു കാര്യം കാണിച്ചു തരാം. ഗൈസ്, നിങ്ങൾ ഈ സാധനം കണ്ട, ഇതൊക്കെ നിങ്ങൾ കണ്ട, ഇതൊക്കെ അതൊക്കെയാണ്. നമുക്ക് അതിലൊക്കെ അമർത്തുമെങ്കിൽ നമുക്കിപ്പോൾ എന്തോന്ന് അതാണ്ട് ഫ്രണ്ടിലത്തെ സാധനങ്ങളെ പൊങ്ങി പറഞ്ഞാണ്ട. അതാണ്ട് ഇവിടത്തെ ഈ സാധനം ഒന്നുകൂടെ നോക്കോ കണ്ട. ആ സാധനം താന്ന് ആക്കുമ്പോൾ അത് പൊങ്ങും. പിന്നെ അതായത് മണ്ടയിലത്തെ ഈ സാധനം ടോപ്പിലത്തെ നോക്കോ കണ്ട ഗൈസ്. അപ്പം അതിനായിപ്പോൾ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ടുള്ളത് നമുക്ക് ഇത്ര സൂമിൽ ഇനിയും പോകുമോ ഗൈസ്? ഇത് ഫുൾ സൂമാണ്. നമുക്ക് 2ാമത്തെ ഇട്ട് നോക്കാം. ഫ്രണ്ടിലത്തെ ബലൂണ് പോയിട്ടുണ്ട്. നമുക്കിനി അടുത്തോട്ട് പോയി നോക്കാം. ഗൈസ്, ഫ്രണ്ടിലത്തെ ബലൂണ് പോയിട്ടുണ്ട്. ബലൂണ് പോയപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് സെറ്റ് വിഷയം തന്നെ. ബലൂണ് വരുമ്പം വേറെ എന്തൊക്കെ മാറ്റം വരും. ഇപ്പം കണ്ട ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ നോക്കും. ഫ്രണ്ടിലത്തെ നെറ്റിപ്പട്ടം വരും കേട്ടാ. 100 ഇട്ടിട്ടുണ്ട്, ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അതാണ് പ്രശ്നം. ഇപ്പോൾ ഒന്നുകൂടെ നോക്കോ. ഞാൻ അത് ഇവിടെ ഇട്ടപ്പോഴത്തേക്കും കുറേ നേരമായി ഇടണം. അപ്പോൾ എനിക്കിപ്പോൾ ബലൂണിൻ്റെ ആവശ്യമില്ല. ബലൂൺ ഞാൻ ഓഫ് ചെയ്തിട്ടേക്കാണ്. ഇതിൽ ഓഫ് ചെയ്തെല്ലാം മാറ്റിയിട്ടേക്കാണ്. അപ്പോൾ നമുക്ക് ടോപ്പ് ലൈറ്റൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇത് വേറെയാണ്, ടോപ്പ് ലൈറ്റ് വേറെ ബസ്സിൻ്റെയാണ്. പിന്നെ ഈ 3ാമത്തെ എന്താണെന്നാണ് ചോദിച്ചാൽ സ്പെഷ്യൽ ഐറ്റമാണ്. എന്താണെന്നൊന്ന് നിങ്ങൾ കാണിച്ചു തരാം, കമൻറ്റ് ചെയ്യണ്ട. ഈ 3ാമത്തെ അമർത്തുമെങ്കിൽ ഈ വിൻഡോസ് എല്ലാം തുറക്കും. വിശ്വാസമില്ല, ഞാൻ കാണിച്ചു തരാം. വിൻഡോസ് എല്ലാം തുറന്നാ നമ്മളെ വണ്ടി ടയറൊക്കെ മാറി കേട്ടോ. ലിവർ മാറിയപ്പം ടയർ മാറി. ലിവറി. അപ്പോൾ ഗൈസ്, എൻ്റെ JBL കാണിച്ചു തരാൻ പറ്റുമോ?
ഗൈസില്ല ഗൈസ്, ഇത്ര ഫുൾ സൂമാണ് ഇതിൻ്റെ. ഓ ഇത്ര പോലെ നിങ്ങൾക്ക് ജേബിൽ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണ് ഇട്ടേക്കണം. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ പോണത് ഇതിലിട്ടാണ് ഞാനിപ്പോൾ വണ്ടി എടുക്കണത്. ഇതിലിട്ടാണ്ട് മെയിൻ കാര്യം എനിക്ക് ശ്രദ്ധ പോവും. എനിക്ക് ഇത് മാപ്പ് നോക്കാൻ പറ്റൂല. അപ്പം ഞാനിപ്പോൾ വെളിയിലെ ഒരിതിട്ടാണ് ഓട്ടിക്കണം. ഇതെങ്കിൽ ഇതിട്ട് എനിക്ക് ഇത് കുഴപ്പമില്ല, പക്ഷെ മാപ്പ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണണമെന്നൊരിതുണ്ട് ഗൈസ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് കൊടുത്തേക്കണ ലൈലാൻഡിൻ്റെ സ്റ്റിയറിംഗ് ആണ് ഇതിൽ കൊടുത്തേക്കണത്. അതെന്താണെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടിയിട്ടില്ല ഗൈസ്. നമുക്ക് പിന്നെ നമുക്ക് ഇതിൽ കൊടുത്തേക്കണേന്ന് പറഞ്ഞാൽ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് റൈഡ് മീഡിയ ഒഫീഷ്യൽ എന്നിപ്പോൾ എഴുതി കാണിക്കും. ആ സൈഡിലായിട്ട് എഴുതി കാണിക്കും. അത് ഓൾറെഡി അവിടെ ഉള്ളതാണ്. അത് നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പം ലൈറ്റ് കാണിക്കണമെന്നേ ഉള്ളൂ. ബ്രേക്ക് ആ ലൈറ്റ് കാണിക്കും. ഇന്നലെയെന്ന് ഗൈസ് ഇപ്പം നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞേക്കുന്നത് അതിൽ ബ്രേക്ക് പിടിക്കുമ്പം ഇപ്പോൾ ലൈറ്റ് കത്തും. ഇപ്പോഴും അത് ലൈറ്റ് കത്തും. ഇപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ ട്രിപ്പ് മൂടാണ് ഇട്ടേക്കണം. നമുക്കിപ്പോൾ ട്രിപ്പ് തന്നെ ഓടാം. നമുക്കിപ്പോൾ റിവേഴ്സ് പോകണം ഗൈസ്. എനിക്ക് ഇങ്ങനെ നോക്കാൻ ഇച്ചിരി പാടുള്ളതുകൊണ്ട് ഞാൻ ഇപ്പം വെളിയിൽ ഇത് വന്നിട്ട് ഞാൻ ഇവിടെ മാപ്പ് എടുത്ത് നോക്കും. നേരെ പോയിട്ട് നമുക്കിനി ലെഫ്റ്റിലോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ നമുക്കിനി അത് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് പോവാം ഗൈസ്. അവിടെ ഫ്രണ്ടിലൊരു പച്ചക്കാരം കൊണ്ട് ഗൈസ് നമ്മൾ ഇതിനു മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ഇന്നലെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് നമ്മൾ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പം അങ്ങോട്ടാണ് പോകണം ഗൈസ്. നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. ഞാൻ നിങ്ങൾ സംസാരിച്ച് നേരെ പോയി ഗൈസ്. നമുക്ക് നേരെ പോവാം ഗൈസ്. ഇങ്ങനെ ഗൈസ് മഴ പെയ്തിട്ടുണ്ട്. വൈപ്പറിടാം. നമുക്ക് ഇങ്ങനെ പോകുമ്പോഴേ ഇങ്ങനെ ഫസ്റ്റ് ടൈമിൽ ഞാൻ ഇതെങ്ങനെയാണ് ഇടണതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ വീഡിയോ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ഇടണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബസ് മോഡ് കേരള അങ്ങനെ ബസ് മോഡ് കേരള എന്ന് അടിക്കുമ്പോഴത്തേക്ക് ഒരു ഗെയിം ഒരു ഇത് വരും. ഒരു തമിഴ്നാട് ബസ്സിൻ്റെ ഒരു ഇതാണ് കിടക്കുന്നത്. നമ്മളെ കേരള ബസ് മോഡ് ലിവറി അല്ല, വേറെ ഒരു ബോർഡ് ബസ് ലിവറി അങ്ങനെ കണ്ടോണം എൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ അതാണ് എടുക്കാനുള്ളത്. അതെടുത്തിട്ട് ഒരു ഗെയിം പോലെയാണ്. അതിലാണ് ഞാൻ ആദ്യം നിങ്ങൾ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ അത് കയറ്റിയിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിവറി എടുത്തിട്ട് നിങ്ങൾ നേരെ മറ്റേ നമ്മളാ ടൂർ മോഡ് അങ്ങനത്തെ ഓരോ ഇതുണ്ടല്ലോ സാധനങ്ങൾ, അതിൽ പോയിട്ട് നിങ്ങൾ എന്തിനാണെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ പോയിട്ട് അതിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് മോഡെന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്. അതിലമർക്കണം. അപ്പം അതിലമർത്തുമ്പോഴത്തേക്ക് അതിൽ ഇമ്പോർട്ട് അങ്ങനെയൊക്കെ കാണാം. അതിൽ ഇമ്പോർട്ടിൽ അമർത്തുമ്പോൾ നിങ്ങൾ ഗാലറിയിൽ നിന്ന് ഫയൽസിൽ നിന്ന് എടുക്കാൻ ഒരു ഓപ്ഷൻ തരും. അപ്പോൾ നിങ്ങൾ ഫയൽസിൽ കൊടുത്തിട്ട് നിങ്ങൾ ഏതാണ് ഡൗൺലോഡ് ചെയ്തത് അപ്പോൾ അതിടണം. ആ ബസ് ഇടണം. ആ ബസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആ ബസ്സല്ല നിങ്ങൾ ഉദ്ദേശിച്ച ആ ബസ്സല്ല വന്നെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ആ ആപ്പിൽ പോയി നിങ്ങൾ എടുത്ത ആ ബസ് എടുക്കണം. അതിൻ്റെ അവിടെ അടുത്ത് തന്നെ ലിവറി കാണും. നിങ്ങൾ ഉദ്ദേശിച്ച ബസ്സിൻ്റെ ലിവറി കാണും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതേപോലെ എടുത്തിടണം. കേസ് ഞാൻ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഒരു നീല കളർ ബസ്സിൻ്റെ ആ ബസ്സിൻ്റെ ആ ഷോട്ട് ഇട്ടിരുന്ന ആ ബസ്സാണ് ഞാൻ ഇപ്പോൾ ഈ കൊമ്പനാക്കിയെടുത്തത്. കൊമ്പനിൽ ഈ ലിവറി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ബാക്കി ഫുള്ള് സാധനങ്ങൾ ആ വണ്ടിയിലെയാണ്. ലിവറി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പം അതാണ് നമ്മൾ അതിൻ്റെ ഇത്. ഗൈസ് നിങ്ങളുടെ ബാക്കിൽ വേറെ സൗണ്ട് കേൾക്കണോ അത് TV ഇട്ടേക്കണതാണ്. ഞാൻ ഇപ്പോൾ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഗൈസ് നമ്മളെ ലൈവ് കാണാത്ത എല്ലാവരും പോയി കാണണം. നമ്മൾ 200 അടിക്കാതെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗൈസ് നമുക്കിനി ലെഫ്റ്റിലോട്ടാണ് പോകാനുള്ള. ഗൈസ് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഗൈസ് നമുക്ക് പെട്രോൾ അടിക്കണ്ട. 56 ലിറ്റർ ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് വെളിയിലെ ഇതിട്ട് മൂടിട്ട് പോവാം. ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പം ഇതിട്ടിട്ടുണ്ട്.
പിള്ളേരിവിടെ ഹോൺ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫാൻസ് ആണെന്ന്, കൊമ്പൻ ഫാൻസ് ആണെന്ന് തോന്നുന്നു. ഹോൺ അടിച്ചു കൊടുക്കാം. ഹോൺ അടിച്ചിട്ടുണ്ട്. കൊമ്പൻ യോധ ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഈ ലിവറി ഇട്ടതിന് ശേഷം ഈ ഗെയിമിൽ കയറുമ്പോൾ ചെറിയ ലാഗ് ഉണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ട അതെന്താണെന്ന് എനിക്കിതിട്ട് അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനെ ഇട്ട് പോകാനും അതേപോലെ തന്നെ ഞാൻ സെറ്റിങ്സ് കയറി വല്ലതും ചെയ്യണം നോക്കിട്ട് ഞാൻ വണ്ടിയുടെ ഇങ്ങനെ ഒതുക്കാം ഗൈസ്. ഇതിനകത്തോട്ട് തന്നെ കയറ്റാം, ഇടിച്ച് കയറ്റണ്ടല്ലാതെ കയറ്റാം ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ലിവറിയൊക്കെ ഇട്ട് കയറ്റണത്. ലിവറി ഇട്ട് വണ്ടി ഓട്ടിക്കണ ഫസ്റ്റ് ടൈമാണ്. ഹാൻഡ് ബ്രേക്ക് ഇടാം നമുക്ക്. വണ്ടിയുടെ ടോട്ടൽ ലുക്ക്, സ്റ്റിയറിങ് ടയറൊക്കെ തിരിച്ച് വെച്ചേക്കാം. സെറ്റിങ്സിൽ പോയി നമുക്ക് നോക്കാം എന്തിനാണ് പ്രശ്നമെന്ന്. സെറ്റിങ്സിൽ പോയിട്ട് ലാഗിൻ്റെ എല്ലാം അഡ്ജസ്റ്റ് ഡ്രൈവർ ക്യാമറയോ തോന്നുന്നു. ഞാൻ ഇത് ഫുള്ളായിട്ട് ബാക്കിലോട്ടാക്കിയാണ്. എന്തിനെന്നോലും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ താണ്ട ഇപ്പം ഫ്രണ്ടിലെത്തത് കഴിഞ്ഞ് താണ്ട ബാക്കിൽ ഇവിടെ എത്തി. നമ്മളെ പാസഞ്ചേഴ്സ് സീറ്റിൽ അവിടെ എത്തി തോന്നുന്നു. ഒന്നുകൂടെ പോയി നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഇരിക്കണം. ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വീണ്ടും പോയിട്ടുണ്ട്. സെറ്റിങ്സ് അഡ്ജസ്റ്റ് ക്യാമറ. എന്തൊരു സാധനം ഗൈസ്, അത് തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇനി ഇഷ്ടപ്പെട്ടില്ല പറയാൻ ചെയ്ത്. ഫുള്ള് താഴെ നോക്കിട്ട് ഓക്കെ. ഇപ്പം അത് തെറ്റായിട്ടുണ്ട്. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തിരിച്ച് ബാക്കിലോട്ട് പോവാം. നമുക്ക് വേറെ സെറ്റിങ്സ് വേറെ വല്ല പരിപാടി ഉണ്ടെന്ന് നോക്കാം ഗൈസ്. അതറിൽ പോയി നോക്കാം. നമുക്ക് ട്രാഫിക് മീഡിയം മതി ഗൈസ്. നമുക്ക് ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതെന്തിനാണ് എന്തോ നമുക്ക് നോക്കാം. മാല്യൂൺ പ്ലസ് അതൊക്കെ എന്തോന്നു. ഗൈസ്, ഇത് ഗിയറാണ്. ഗിയർ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗിയറിൻ്റെ ഈ സെറ്റപ്പ് ഒക്കെ കാണുന്നത്. ഓട്ടോ നോക്കാം. പിന്നെ വേറെ ഈ സാധനം മറ്റേ നമ്മളെ മിററാണെന്ന് തോന്നുന്നു. നമ്മളെ ഫ്രണ്ടിലത്തെ ആ മിറർ പറഞ്ഞാൽ ഇപ്പോൾ വർക്കാവൂല. ഒരു സൈഡിൽ ഫുൾ അടിച്ചു പോയി, അപ്പുറത്ത് വർക്കാവും. പക്ഷെ ഒരു സൈഡിൽ ഫുൾ അടിച്ചു പോയിട്ടുണ്ട്. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഒന്നുകൂടെ പോവുക, വീണ്ടും സെറ്റിങ്സിൽ പോവുക, അതർസിൽ പോവുക, ഹോൾ കൊടുക്കുക. ഹോളല്ല, റൈറ്റ് കൊടുക്കുക. സ്റ്റിയറിങ്ങിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇതൊന്നും എനിക്ക് പറ്റൂല. വിഷ്വൽസ് എല്ലാം ഹൈലും കിട്ടേക്കാം. ഷാഡോസ് എല്ലാം ഹൈ. എല്ലാം ഇൻസൈഡ് ബസ് ഷോ. നമുക്ക് മറ്റേ ഇൻസൈഡ് ആൾക്കാർ ലിമിറ്റ് 15, 25, 30 വേണ്ട. നമുക്ക് 10, 15 മതി. ഫുള്ളിടാം. എല്ലാം നമ്മൾ ഓണാക്കി ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി വല്ല വേറെ പരിപാടി ഉണ്ടാ ഗൈസ്? നമുക്ക് ഷാഡോ അതൊക്കെ കാണും. നമുക്കിത് മാറ്റാം. റിവേഴ്സ് എടുക്കാം. നമുക്ക് തിരിച്ച് നമ്മൾ കണ്ണാടി നോക്കിയാണ്. ഗൈസ്, നമുക്ക് വളയ്ക്കാൻ സമയമായി.
ഗൈസ് ഇനി മറ്റേതിടുമ്പോഴത്തേക്ക് എനിക്ക് ഇത്ര ലാഗ് കിട്ടൂല കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര ലാഗ്. ഗൈസ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഗൈസ് നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യില്ലെന്ന് തോന്നുന്നു, എനിക്ക് മനസ്സിലായി. നിങ്ങളാരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യൂല. എല്ലാവരും വീഡിയോ കാണാൻ മാത്രമേ ഉള്ളൂ. ഞാൻ അത് YT സ്റ്റുഡിയോയിൽ പോയി നോക്കിയപ്പോൾ എനിക്ക് കണ്ടു. എനിക്ക് മനസ്സിലായി നിങ്ങളാരും എൻ്റെ വീഡിയോ കാണാറുണ്ട്, പക്ഷേ ലൈക്കൊന്നും തരാറില്ല. കാണുന്ന ചിലവർ ലൈക്ക് തരും, ബാക്കിയുള്ള ആൾക്കാരൊന്നും നമുക്ക് ഇത് തരൂല. എന്തായിരുന്നു നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യില്ല. നമുക്കൊരു ആഡ് വന്ന് നമുക്ക് അത് ആഡ് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അങ്ങനെ ആഡ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ലോഡായിട്ട് വരെയാണ് ഗൈസ്. ഇനി ഞാൻ ബെസിമൽ ടു ഇന്തോനേഷ്യ നമുക്ക് ഏതിൽ ലൈവിൽ ബെസിമൽ ടു ഇന്തോനേഷ്യ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ വേറെ ലൈവിൻ്റെ ഇതിൽ ഞാൻ 200 സബ് ആവാൻ വേണ്ടി ഞാൻ ഒരു ലൈവ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ആരും വന്നില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ്. ഗൈസ് നമ്മളാ ബസ് വന്നിട്ടുണ്ട്. ഗൈസ് ഞാൻ ഒരു കാര്യം മറന്നു ഗൈസ്, നിങ്ങൾ അറിഞ്ഞ ബസ്സിൽ ഞാൻ ലൈറ്റ് ഇടാൻ മറന്നുപോയി. ഇപ്പം വിഷയമായി. പാർക്കൊക്കെ അടിച്ചു വരാം. ഇതണ്ട ബസ്സിൻ്റെ ഷാഡോ കാണിക്കുന്നു ഗൈസ്. നമുക്കിനി അകത്ത് പോവാം. അകത്ത് പോയിട്ട് നമുക്ക് യോധ ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ കമൻറ്റ് ചെയ്യണം. നേരത്തെ അത്രയൊരു സുഖമില്ല. ഇത് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ലാഗുണ്ട്. ഇതെന്താണ് ആൾക്ക് അറിയാമെങ്കിൽ ഇത്തിരി കമൻറ്റ് ചെയ്യണം. പക്ഷെ നല്ല ലാഗുണ്ട്, ഇത്തിരി ഭയങ്കര ലാഗ്. വേറെ ആരും എല്ലാം ഓൺ അടിക്കണം, ഞാൻ തന്നെ. ആരും പേടിക്കണ്ട. ഗൈസ് ഞാൻ മടുത്ത്. ഇനി ലാഗൊക്കെ മാറ്റാനുള്ള വഴി ഞാൻ നോക്കിയെടുക്കാം ഗൈസ്. പിന്നെ നമ്മളാ വീഡിയോ ഇത് വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ 3 തവണ നമ്മൾ പറയുന്നത്. അപ്പം എല്ലാവർക്കും ബൈ.